എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2025 ഇന്നലെ നടന്ന മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം ക്രിക്കറ്റ് പ്രേമികളെ ശ്വാസം അടക്കിപ്പിടിപ്പിച്ച നിമിഷങ്ങളിലൂടെ കടത്തിവിട്ടതായിരുന്നു. മുംബൈ ഇന്ത്യൻസിനോട് ദയനീയമായി തോറ്റ് IPLൽ നിന്ന് പുറത്തായതിനു ശേഷം ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകൻ ശുഭ്മാൻ ഗിൽ പൊട്ടിത്തെറിച്ചു. തന്റെ പ്രസ്താവനയിൽ അദ്ദേഹം ടീം ബാറ്റ്സ്മാൻമാരെ രൂക്ഷമായി വിമർശിക്കുക മാത്രമല്ല, രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയെയും കുറിച്ച് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്താണ് ശുഭ്മാൻ ഗിൽ പറഞ്ഞത് എന്ന് അറിയുന്നതിനു മുൻപ് നിങ്ങൾക്ക് ഈ മുംബൈയുടെ വിജയം ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. IPL 2025 എലിമിനേറ്റർ മത്സരം അതിന്റെ പേര് അനർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു. മത്സരത്തിന്റെ പകുതിയോടെ, അതായത് 40 പന്തുകൾ ബാക്കി നിൽക്കെ, ആരാണ് ജയിക്കുക എന്ന് പ്രവചിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് മുംബൈ മത്സരം തങ്ങളുടെ വരുതിയിലാക്കി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയുടെ മികച്ച തീരുമാനത്തിന് ശേഷം തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുൻ നായകൻ രോഹിത് ശർമ്മ 50 പന്തിൽ 9 ഫോറുകൾ സഹിതം 81 റൺസ് നേടി ടീമിന് മികച്ച തുടക്കം നൽകി. ജോണി ബെയർസ്റ്റോ 47 റൺസ് വാരിക്കൂട്ടി. ഈ റൺ പ്രളയം മുംബൈക്ക് വൻ ലീഡ് നേടിക്കൊടുത്തു. പിന്നീട് സൂര്യകുമാർ യാദവ് 20 പന്തിൽ 33 റൺസും തിലക് വർമ്മ 11 പന്തിൽ 25 റൺസും നേടി. എന്നാൽ കളിയുടെ ഗതി മാറ്റിയത് ഹാർദിക് പാണ്ഡ്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു. 200 എന്നത് ഒരു സൈക്കോളജിക്കൽ സ്കോറാണ്. എന്നാൽ ഹാർദിക് വെറും 9 പന്തിൽ 22 റൺസ് നേടി ടീം സ്കോർ 228-ൽ എത്തിച്ചു. ഗുജറാത്തിന് 229 റൺസ് വിജയലക്ഷ്യം. ഈ 22 റൺസ് ഗുജറാത്തിന് ഒരു വലിയ പ്രശ്നമായി മാറി. വിജയലക്ഷ്യം പിന്തുടർന്ന് ഗുജറാത്ത് പോരാടി. ഗുജറാത്തിനായി സായി സുദർശൻ 13ാം ഓവർ വരെ 44 പന്തിൽ 10 ഫോറുകളും ഒരു സിക്സറും സഹിതം 77 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. കുശാൽ മെൻഡിസ് 10 പന്തിൽ 20 റൺസ് നേടി. എന്നാൽ സായി സുദർശനെ പോലെ വാഷിംഗ്ടൺ സുന്ദർ 22 പന്തിൽ 5 ഫോറുകളും 3 സിക്സറുകളും സഹിതം 47 റൺസ് നേടി പാർ പോലെ ഉറച്ചുനിന്നതോടെ ഗുജറാത്ത് വിജയം ഉറപ്പിച്ചു എന്ന് തോന്നിച്ചു. 14 ഓവറിൽ 150-ൽ കൂടുതൽ റൺസുള്ള ഒരു ടീമിന് എപ്പോൾ വേണമെങ്കിലും വിജയിക്കാം എന്ന നിലയിലായി. എന്നാൽ അവിടെയാണ് മുംബൈ ഇന്ത്യൻസ് കളിയുടെ യഥാർത്ഥ മനോഹാരിത പുറത്തെടുത്തത്. ഗുജറാത്തിന്റെ ഒരു വിക്കറ്റ് വീണതിനു ശേഷം അവർക്ക് തിരിച്ചുവരാൻ മുംബൈ ഒരു അവസരവും നൽകിയില്ല. ഡോട്ട് ബോളുകളുടെ എണ്ണം വർദ്ധിച്ചു. നെറ്റ് റൺറേറ്റ് സമ്മർദ്ദം ഗുജറാത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ മുംബൈ ഈ മത്സരം വിജയിച്ച് ഗുജറാത്തിനെ എലിമിനേറ്ററിൽ നിന്ന് പുറത്താക്കി. മുംബൈ ഈ മത്സരം വിജയിക്കുക മാത്രമല്ല, ഫൈനലിലേക്ക് ഒരു ചുവട് കൂടി അടുക്കുകയും ചെയ്തു. എന്നാൽ സ്വന്തം കൈകളിൽ നിന്ന് വഴുതിപ്പോയ വിജയം ശുഭ്മാൻ ഗില്ലിനെ പ്രകോപിതനാക്കി. തോൽവിക്ക് ശേഷം ശുഭ്മാൻ ഗിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: മുല്ലൻപൂരിലെ മൈതാനത്ത് ഞങ്ങൾ ഇത്രയും ദയനീയമായി തോറ്റെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടല്ലെങ്കിലും ഈ മൈതാനത്തിലെ ഓരോ ഇഞ്ചും എനിക്ക് പരിചിതമാണ്. ഇവിടെ കളിച്ചാണ് ഞാൻ വളർന്നത്. എന്റെ ടീമിനെ ഞാൻ പൂർണ്ണമായും തയ്യാറാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഹാർദിക് അവസാനം നേടിയ 22 റൺസ് ഞങ്ങളെ ഒരുപാട് പിന്നോട്ട് വലിച്ചു. മത്സരം അവസാന ഓവറുകൾ വരെ നീണ്ടു. ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാർ ഒരു കുറവും വരുത്തിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് രോഹിത് ഭായ് അത്ര മികച്ച ക്രിക്കറ്റ് കളിച്ചു. ഞങ്ങൾക്ക് മുംബൈ ടീമിനെ പിടിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ എത്ര വേഗത്തിൽ ഓടിയാലും മുംബൈയുടെ റൺസ് വളരെ കൂടുതലായിരുന്നു. അതിനു പുറമെ ബുംറ ഭായ് വാഷിംഗ്ടൺ സുന്ദറിനെ പുറത്താക്കിയത് ഞങ്ങളുടെ ഷോപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു. മുംബൈയോട് തോറ്റ് ഞങ്ങൾ ഈ സീസണിൽ നിന്ന് പുറത്തായത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഏതൊരു ടീമിനോട് തോറ്റാലും സാരമില്ലായിരുന്നു. എന്നാൽ മുംബൈയോട് തോറ്റത് സഹിക്കാൻ കഴിഞ്ഞില്ല. തോൽവിയുടെ ദുഃഖം വളരെ വലുതാണ്, കാരണം ഇവിടെ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ. അടുത്ത സീസണിൽ നന്നായി കളിച്ച് ഫൈനൽ ജയിക്കണം. എന്റെ ഈ ഗുജറാത്ത് ജേഴ്സിക്ക് ഒരു വിജയം നേടിക്കൊടുക്കണം. ശുഭ്മാൻ ഗിൽ വളരെ പ്രകോപിതനാണ്. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും എന്തു തോന്നുന്നു? മുംബൈയുടെ വിജയത്തിൽ ആരാണ് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത്? ബുംറയോ, പാണ്ഡ്യയോ, അതോ രോഹിത്തോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.